ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാങ്ക് ഇടപാടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ചെറുകിട സംരംഭകർക്ക് കൈത്താങ്ങാകുവാനും ലക്ഷ്യമിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനും ബാങ്കുകളുടെ വായ്പാ തിരിച്ചടവ് രീതിയിലുള്ള സുതാര്യത ഉറപ്പാക്കുവാനും കടുത്ത നിയന്ത്രണങ്ങളാണ് പുതിയ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും ഉപഭോക്തൃ സേവന മേഖലയിൽ വൻ അഴിച്ചുപണിക്കാണ് RBI ഇപ്പോൾ തുടക്കമിടുന്നത്. ഡിജിറ്റൽ ഇടപാടുകളിൽ തന്നെ തട്ടിപ്പിനിരയാകുന്ന സാധാരണക്കാർക്ക് ആശ്വാസമാണ് ഈ പ്രഖ്യാപനങ്ങൾ. ചെറിയ തുകയുടെ തട്ടിപ്പിന് 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരും. അതോടൊപ്പം ബാങ്കുകളുടെ വായ്പാ പിരിവ് രീതികളിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റിക്കവറി ഏജന്റുമാരുടെ അതിക്രമങ്ങൾ തടയാനായിട്ട് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം വായ്പകൾ നൽകുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതിക്കും കടുത്ത നിയന്ത്രണങ്ങൾ വരും. ഇതിനു പുറമെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരം മുദ്രാ ലോൺ വായ്പകൾ എന്നിവക്കും ബാധകമാണ്. അടുത്ത അറിയിപ്പ്. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് 2,000 രൂപ വീതമാണ് ഇപ്പോൾ ലഭിക്കുക. ഇതിനായി ഏകദേശം 1,050 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും തുക കൈപ്പറ്റുന്നവർക്ക് 25-ാം തീയതി മുതൽ വിതരണം തുടങ്ങുമെങ്കിലും എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കില്ല. വിതരണ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാർ ഒരാഴ്ചത്തെ സമയം ക്രമീകരിച്ചിട്ടുള്ളതിനാൽ ആ കാലയളവിനുള്ളിൽ തന്നെ ഗുണഭോക്താക്കളിലേക്ക് തുക എത്തുന്നതാണ്. മസ്റ്ററിംഗ് നടപടികൾ നേരത്തെ പൂർത്തിയാക്കി ജനുവരിയിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും തന്നെ ഫെബ്രുവരിയിലും തുക ലഭിക്കുന്നതാണ്. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി 2,000-ഉം അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിതരണ ഡേറ്റ് കൂടെ മാത്രമേ ഇനി സ്ഥിരീകരിക്കാനുള്ളൂ. കേന്ദ്ര സർക്കാർ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത്. ഉപഭോക്താക്കൾ ഇലക്ട്രോണിക് KYC പൂർത്തീകരിച്ചിട്ടുള്ള അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആക്റ്റീവായിട്ടുള്ളവർക്കുമായിരിക്കും ധനസഹായം ലഭിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ 68,000 വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ഒരു വാർത്ത വന്നിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുമല്ലോ. അതേസമയം കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ മാറ്റം വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലോചിക്കുന്നു. കർഷകർക്ക് ആവശ്യമായ വായ്പ സമയബന്ധിതമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് RBI ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രകാരം കർഷകർക്ക് കേന്ദ്ര സർക്കാർ 2% പലിശ സബ്സിഡി നൽകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി തിരിച്ചടക്കുന്നതിന് 3%-ലധികം കിഴിവ് ലഭിക്കും. അങ്ങനെ പലിശ നിരക്ക് പ്രതിവർഷം ഏകദേശം 4% ആണ്. വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് വാണിജ്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് RBI നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. കർഷകർക്കും മാർച്ച് 6-നകം RBI വെബ്സൈറ്റിലെ കണക്ട് ടു റെഗുലേറ്റ് വിഭാഗം വഴിയോ ഇമെയിൽ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.